സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ദുഃഖവെള്ളി. വലിയ വെള്ളിയാഴ്ച അഥവാ നല്ല വെള്ളിയാഴ്ച എന്നൊക്കെ പറയുന്നതാവാം ഏറെ ഉത്തമം. എങ്കിലും കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഓർക്കുമ്പോൾ ദുഃഖം ഉള്ളിലുണ്ടാകും എന്നതും സത്യമാണ്. ക്രൂശിനെ കുറിച്ചാണ് ഇന്നത്തെ ധ്യാനങ്ങൾ അധികവും. കുരിശ് എന്ന് കേൾക്കുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ആദ്യം ഓർമ്മ വരിക. അപമാനത്തിൻ്റെയും നിന്ദയുടെയും അടയാളമായി കരുതിയിരുന്ന കുരിശ് ജീവന്റെ ആഘോഷമായി മാറിയത് ദൈവപുത്രൻ അതിൽ തറയ്ക്കപ്പെട്ടതിനാലാണ്. അതിനാൽ തന്നെ ഇതൊരു ശുഭദിനമാണ്. യേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ സർവ്വമാനവജാതികളുടെയും മുൻപിൽ ദൈവം രക്ഷയുടെ പുതുവഴികൾ തുറന്നു തന്ന ദിവസം. പുരാതന കാലത്ത് കുറ്റവാളികളെ ക്രൂരമായി ശിക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു കുരിശ് എങ്കിൽ ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിൽ അത് സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ചിഹ്നവും ജീവന്റെ ആഘോഷവുമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് യെരുശലേമിലേക്ക് രാജാവിനെ പോലെ പ്രവേശിച്ച കർത്താവ് ഇന്ന് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. അവന് ഹോശന്ന പാടി എഴുന്നള്ളിച്ച ജനം അവനെ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. സ്നേഹിച്ച് കൂടെ കൂട്ടിയവരിൽ ഒരുവൻ ഒറ്റുകാരനായി. ഏറെ സ്നേഹിച്ചവൻ തള്ളിപ്പറഞ്ഞു. ബാക്കിയുള്ളവർ ഓടിയൊളിച്ചു. ആണി തറച്ചതിനേക്കാൾ മുൾക്കിരീടം തലയിൽ അമർന്നതിനേക്കാൾ വേദന യേശുവിന് തോന്നിയത് ഈ ചിന്തകളാലാവാം. മനുഷ്യപുത്രന്റെ മാനുഷികമായ നൊമ്പരങ്ങൾ. കുറെ സമയം ദേശം അന്ധകാരം നിറഞ്ഞതായി എന്നിവിടെ കാണുന്നു. ഒരുപക്ഷെ പിതാവ് പോലും പുത്രനെ ചില നിമിഷങ്ങളിലേക്ക് കൈവിട്ടതാവാം. ആ വേദനയിലാകണം അബ്ബ പിതാവേ എന്ന് സംബോധന ചെയ്തിരുന്ന ദൈവപുത്രൻ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഉറക്കെ നിലവിളിച്ചത്. യേശു എന്ന നസ്രത്തുകാരൻ തച്ചൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് കരുതിയവർക്ക് അതൊരു പുതിയ ആരംഭമായിരുന്നു എന്ന് മനസ്സിലായില്ല. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി താൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്ന സത്യവും അവർ ഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു എന്ന് യേശു പറഞ്ഞത് ക്രൂശിലെ ഈ ബലിയർപ്പണത്തെക്കുറിച്ചാണ്. യേശുവിന് മുൻപും ശേഷവും റോമൻ ഭരണകൂടവും യഹൂദ നേതാക്കന്മാരും അനേകം കുറ്റവാളികളെയും രാജ്യദ്രോഹികളെയും ഒക്കെ ക്രൂശിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ കുരിശിലെ പ്രതികരണങ്ങൾ അവർക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. സാധാരണ ക്രൂശിലേറ്റപ്പെടുന്നവരുടേതുപോലെയുള്ള ശാപവചനങ്ങളോ അസഭ്യവർഷമോ അസംതൃപ്തിയുടെ പ്രകടനങ്ങളോ ഒന്നും ഉണ്ടായില്ലെന്നത് മാത്രമല്ല, ഒപ്പം ക്രൂശിക്കപ്പെട്ടവന് ആ വേദനയുടെ നടുവിലും പ്രത്യാശയുടെ പുതിയ നാളെയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. തന്നെ ദ്രോഹിച്ച് പീഡിപ്പിച്ച് ക്രൂശിലേറ്റിയവരുടെ കുറ്റം ക്ഷമിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അശരണയായ അമ്മയെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ച് സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു വിജയിയെപ്പോലെ ദൈവകരങ്ങളിൽ ജീവനെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് അനേകം ക്രൂശുമരണങ്ങൾ കണ്ട ശതാധിപൻ ആ മരണം കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശ് ആരെയും ആകർഷിക്കുന്നതാണ്. കാരണം അത് രക്ഷാമാർഗമാണ്. ദൈവസ്നേഹമാണ് അതിലൂടെ പ്രതിഫലിക്കുന്നത്. നമ്മിൽ ഒരാൾ പോലും നഷ്ടമാകരുതെന്ന് ആഗ്രഹിച്ച്, നിത്യജീവൻ അവകാശികളാകണമെന്നാഗ്രഹിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവിധം നമ്മെ സ്നേഹിച്ച ആ വലിയ ദൈവസ്നേഹമാണ് ക്രൂശിൽ നാം ദർശിക്കേണ്ടത്. ആ സ്നേഹം നിരന്തരം നമ്മെയും വിളിക്കുന്നുണ്ട്. സ്വന്തം ജീവൻ ബലി നൽകുന്നതിനേക്കാൾ വലിയൊരാഘോഷം ഭൂമിയിലില്ല എന്നാണ് ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കുക. മരുഭൂമിയിൽ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ മരിക്കാതിരിക്കുവാൻ പാളയത്തിൽ നടുവിൽ മോശെ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ ഭൂമിയുടെ മധ്യേ ദൈവപുത്രൻ ഉയർത്തപ്പെട്ടത് പാപത്തിന്റെ ഫലമായുണ്ടാകുന്ന മരണത്തിൽ നിന്നും നമ്മെയും രക്ഷിച്ച് ജീവന്റെ ആഘോഷങ്ങളിൽ പങ്കാളികളാക്കുവാനാണ് എന്നത് മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും നാം കുരിശായി കാണാറുണ്ട്. നമുക്ക് ഹിതകരമല്ലാത്തത് ചെയ്യുന്നവരും നമുക്ക് മുൻപിൽ കുരിശുകളാണ്. എന്നാൽ ഒരു കഷ്ടപ്പാടുകളും അവസാനമല്ല എന്ന് ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുരിശിനപ്പുറം ഒരു പുനരുത്ഥാനമുണ്ട്. ആ പ്രത്യാശയാണ് ക്രിസ്തു നമുക്ക് പ്രദാനം ചെയ്തത്.
അതാണ് നമ്മുടെ ജീവിതം ആഘോഷമാക്കി മാറ്റുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നാമും ആ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഭയത്തിൻ്റെയും നിരാശയുടെയും പിടിയിൽ അമർന്നു പോകുന്നുണ്ടോ? നിശബ്ദ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തെ പഴിക്കുന്നവരും അസഭ്യം പറയുന്നവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും പിറുപിറുക്കുന്നവരും ഒക്കെയായി മാറുന്നില്ലേ നാമും? എന്നാൽ ജീവിതത്തിലെ സഹനങ്ങളെ ഭയപ്പെടാതെ അവയെ പുതിയൊരു ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളായി കാണുവാൻ കുരിശ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാൽവരിയിലേക്ക്, ആ ക്രൂശിലേക്കും ക്രൂശിതനിലേക്കും നമുക്കും ഒന്നടുത്തു ചെല്ലാം. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ എന്ന് പറഞ്ഞ് ഒന്ന് കുമ്പിടാം. നമ്മെ മരണത്തിൽ നിന്നും ജീവനിലേക്കും നിത്യജീവനിലേക്കും നയിക്കുന്ന ക്രിസ്തുവും അവൻ ചുമന്ന ക്രൂശും നമ്മുടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും ആഘോഷമാക്കാം. അനുദിനം നമ്മുടെ ക്രൂശെടുത്ത് അവനെ പിന്തുടരുന്നവരാകാം. നോമ്പിൻ്റെ ദിനങ്ങൾ അവസാനിക്കുന്നിടം വരെ മാത്രമല്ല, തുടർന്നും നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും കുരിശിൻ്റെ നിഴലിലാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷയിലേക്കും നിത്യജീവന്റെ അനുഭവത്തിലേക്കും ഞങ്ങളെ ഉയർത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് ജീവന്റെ വെളിച്ചത്തിൽ നടക്കുവാനും ആ ക്രൂശിനെ പിൻപറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.